ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ്. നമ്മുടെ കയ്യിൽ n വെക്റ്റേഴ്സ് ഉണ്ട്, v1 v2 എക്സെട്ര vn. അപ്പോൾ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? a1 b1 പ്ലസ് a2 v2 എക്സെട്ര an an. എല്ലാ a1 a2 എക്സെട്ര an എല്ലാം എന്താണ്? സ്കേലേഴ്സ് ആണ്. സ്പാനിങ് സെറ്റ്. v എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. g എന്ന് പറഞ്ഞ സെറ്റിൽ n ആൾക്കാരുണ്ട്, അതായത് v1 v2 എക്സെട്ര vn. അപ്പോൾ ഈ ജി വിനെ സ്പാൻ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ വിയിലെ ഏത് എലമെൻറ്റിനെ എടുത്താലും, കണ്ടോ, ഫോർ എവരി വെക്റ്റർ വി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി എന്ത് ചെയ്യാൻ പറ്റണം? വിയിലെ ഏത് എലമെൻറ്റിനെ എടുത്താലും ജിയിലെ എലമെൻസിനോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ് ഇൻ ജി. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? സ്പാൻ ചെയ്യുന്നതെന്ന് പറയുക. അടുത്ത് നമുക്കുള്ള കൺസെപ്റ്റാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും. അപ്പോൾ ഒരു സെറ്റുണ്ട് v1 v2 എക്സെട്ര vn. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ എഴുതും, c1 v1 പ്ലസ് c2 v2 പ്ലസ് എക്സെട്ര cn vn ഈക്വൽ ടു 0. അങ്ങനെ ഏതാണെങ്കിൽ എല്ലാ സി എകളും 0 കിട്ടിയെന്ന് വിചാരിക്കുക. c1 0, c2 0 എക്സെട്ര cn 0. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അല്ലെങ്കിലോ ഏതെങ്കിലും ഒന്ന് 0 ആയില്ലെങ്കിൽ നമ്മളതിനെന്ത് വിളിക്കും? ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. പിന്നെ ബേസിസ് ആൻഡ് ഡയമെൻഷൻ ഓഫ് വി. ഒരു സെറ്റ് ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ എന്തുണ്ടാവണം? അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം, സ്പാൻ ചെയ്യണം. പിന്നെ ആ ബേസിസിൻ്റെ ഉള്ളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അത്രയാണ് അതിൻ്റെ ഡയമെൻഷൻ. അടുത്ത നമുക്കുള്ള ടോപ്പിക്കാണ് ഇന്നർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ യു നോട്ട് യു എൻ മൈനസ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നും എഴുതണ്ട. യു ഈക്വൽ ടു u1 u2 എക്സെട്ര un. വി ഈക്വൽ ടു v1 v2 എക്സെട്ര vn. ഇതെന്താണ്? രണ്ട് വെക്റ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ വി ആണ്. നമ്മളിതിന് ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് എപ്പോഴാണ് പറയുക? ഇത് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് ഇന്നർ പ്രൊഡക്റ്റ് ആണെന്ന് പറയും. ഇന്നർ പ്രൊഡക്റ്റ് യു വി ഈക്വൽ ടു, ഇനി നമ്മൾ ഡിനോട്ട് ചെയ്യാണ് യു ഡോട്ട് വി. ഇത് എപ്പോഴും ശരിക്കും പറഞ്ഞ ഇന്നർ പ്രൊഡക്റ്റ് യു വി യു ഡോട്ട് വി ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഈ ടെക്സ്റ്റിൽ ഇങ്ങനെ പറയണമെന്നുള്ളൂ. അപ്പോൾ u1 v1 പ്ലസ് u2 v2 പ്ലസ് എക്സെട്ര un vn. ചില കുട്ടികൾക്ക് സമ്മേഷൻ എഴുതാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർ എങ്ങനെ എഴുതണ്ട, ഞാൻ ഈ പറഞ്ഞ പോലെ എഴുതിയാൽ മതി. u1 v1 പ്ലസ് u2 v2 പ്ലസ് എക്സെട്ര un vn. ഇനി എഴുതേണ്ടതാണ് നമ്മൾ ഉറപ്പായിട്ട് എഴുതേണ്ട സംഭവങ്ങൾ. അവർ കമ്മ്യൂട്ടേറ്റീവാണ്, അസോസിയേറ്റീവാണ്, ഡിസ്ട്രിബ്യൂട്ടീവാണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യു ഡോട്ട് വി ഈക്വൽ ടു വി ഡോട്ട് യു. അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ എ ഡോട്ട് യു ഡോട്ട് വി ഈക്വൽ ടു എ ഡോട്ട് യു ഡോട്ട് വി. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ യു ഡോട്ട് വി പ്ലസ് ഡബ്ല്യു, യു ഡോട്ട് വി പ്ലസ് യു ഡോട്ട് ഡബ്ല്യു. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? ആ ഒരു സ്പേസിനെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയും. ഓർത്തോഗണൽ വെക്റ്റേഴ്സ്. ഓർത്തോഗണൽ വെക്റ്റേഴ്സ്, 2 വെക്റ്റേഴ്സ് ഓർത്തോഗണലാണെന്ന് പറയണമെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയാൽ മതി. അതാണ് പറയുന്നത്. 2 വെക്റ്റേഴ്സ് u and v are said to be orthogonal if u dot v equal to 0. അതിൻ്റെ നൊട്ടേഷനാണ് അവിടെ പെർപ്പായിട്ട് കാണിച്ചേക്കുന്നത്. ഡ്യുവൽ സ്പേസ്. നമുക്ക് വി ആണ് വലിയ സ്പേസ്, അതിനൊരു സബ് സ്പേസ് ഉണ്ട് w. സബ് സ്പേസുകൾ എന്താണെന്ന് നമ്മൾ മുന്നേ കണ്ടു കഴിഞ്ഞതാണ്. അതിൻ്റെ ഡയമെൻഷൻ k ആണ്. വിയുടെ ഡയമെൻഷൻ എന്താണെന്ന് വിചാരിക്കാം. ഈ എന്നും കെയും ഈക്വൽ ആവാം. എന്തായാലും n എപ്പോഴും വലുതായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഒരിക്കലും n കെയിനേക്കാളും ചെറുതാവില്ല. അപ്പോൾ എന്താ പറയണത്? അതിൻ്റെ ഡുവൽ സ്പേസ് എന്ന് പറയണത് എങ്ങനെയാ വെച്ചാൽ, അതായത് ഡബ്ല്യൂവിൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഡബ്ല്യൂവിലെ എല്ലാ എലമെൻറ്റ്സായിട്ട് ഈ ഡബ്ല്യു പെർപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡുവൽ സ്പേസിലെ എലമെൻറ്റ്സ് എന്തായിരിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ 0 കിട്ടാണ്. ആ സെറ്റുകളുടെ കളക്ഷൻ എടുക്കുന്ന പേരാണ് ഡുവൽ സ്പേസ്. ദ സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് യു എലമെൻറ്റ് ഓഫ് വി വിച്ച് ആർ ഓർത്തോഗണൽ ടു ഓൾ വെക്റ്റേഴ്സ് ഓഫ് ഡബ്ല്യു ഈസ് കോൾഡ് ഡുവൽ സ്പേസ് ഓഫ് ഡബ്ല്യു. നമ്മളെങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക? ഡബ്ല്യു പെർപ്പ്. അതിനെ പെർപ്പ് എന്നാണ് വിളിക്കുക. അതെന്താണ് പ്രത്യേകത? ഡബ്ല്യൂവിലുള്ള എല്ലാ എലമെൻറ്റ്സായിട്ട് ഈ ഡബ്ല്യു പെർപ്പിലുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടും.